ഹേ ഗേസ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാളത്തെ ഡേറ്റ് 20th May 2026. ഓക്കെ, നാളെ വെഡ്നസ്ഡേ ആണ്. ആസ് യൂഷ്വൽ നോർമൽ ഡേ ആണ്. ആൻഡ് എക്സ്പയറീസ് ഓർ സംതിങ് ഒന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ എക്സ്പയറി ഭയങ്കര ട്രിക്കി ആയിരുന്നു, ഭയങ്കര വോളട്ടൈൽ ആയിരുന്നു. മാർക്കറ്റ് ഹയർ ലെവലിൽ പോയി നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത പോലെ റിജക്ഷനൊക്കെ തന്നിട്ടുണ്ട് ഇന്നലത്തെ ദിവസം. യു ക്യാൻ സീ ഹിയർ, നല്ല റിജക്ഷൻ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു നല്ല വോളറ്റാലിറ്റി ആയിരുന്നു മാർക്കറ്റ്. അതായത് ഒരു സംതിങ് കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു. ഒരു കംപ്ലീറ്റ് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ പോലെയാണ് മാർക്കറ്റിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നാളത്തെ ഒരു ദിവസത്തിനുള്ളൊരു പ്രോബിലിറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നാളെ നമുക്ക് വെഡ്നസ്ഡേ ആണ്. മാർക്കറ്റിൽ ഒരു 70% അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡയറക്ഷൻ മാർക്കറ്റ് മാക്സിമം കീപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ഡേയും കൂടിയാണ് വെഡ്നസ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് പറ്റിയ ഓപ്പണിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സിംഗിൾ ഡയറക്ഷൻ മാർക്കറ്റ് മാക്സിമം കീപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ ആ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ നാളത്തെ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ മിക്കവാറും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് നമുക്ക് മാർക്കറ്റിൽ ടോട്ടൽ നമ്മൾ ഈ ഒരു ഔട്ട്ലുക്ക് നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ സെൽ ഓഫ് സിനാരിയോ ആണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കി നമുക്ക് മനസ്സിലാവും. മാർക്കറ്റിൽ ഞാനൊരു പിൻ പോയിൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവൽ ദിസ് വൺ. അപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ഈ ലെവൽ ബാങ്ക് നിഫ്റ്റിയിൽ ക്രോസ് ചെയ്തിട്ടില്ല, നിഫ്റ്റിയിലും ക്രോസ് ചെയ്തിട്ടില്ല, സെൻസെക്സിലും ക്രോസ് ചെയ്തിട്ടില്ല. ആൻഡ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബോണസ് പോയിൻറ്റും കൂടി ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ മേലായിരുന്നു. ഈവൻ ഗ്യാപ് ഡൗൺ ഇതിനോട്ട് വന്നെങ്കിലും മാർക്കറ്റിൽ ഓൾ ദ ടൈം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുതൽ ഇതുവരെ ഈ റേഞ്ചിൽ തന്നെയായിരുന്നു മാർക്കറ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തായാലും ബയ്യേഴ്സ് ആയിരിക്കും ഒന്നും കൂടി പെർഫെക്റ്റ്ലി കോൺഫിഡൻ്റ് ആയിട്ട് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ടാവുക കമ്പാരിങ് ടു സെല്ലറിനെക്കാട്ടും കൂടുതൽ. അപ്പോൾ ഈ ലെവൽ മാർക്കറ്റിലാണെങ്കിൽ ക്രോസ് ചെയ്തിട്ടില്ല, കാരണം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടുന്ന് സപ്പോർട്ടും വന്നു. അപ്പോൾ ബയ്യേഴ്സിന് ഒന്നും കൂടി ഇവിടുന്ന് റിയാക്ട് ചെയ്യുന്ന ബയ്യേഴ്സിന് അതൊരു ട്രസ്റ്റിംഗ് മെത്തേഡാണ്. മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഫോർ ഡെഫിനറ്റ്ലി വരും ദിവസങ്ങളിൽ. ഇപ്പോൾ ഇന്ന് പോകും എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഈ ലാസ്റ്റ് അറ്റംപ്റ്റ് വരെ പ്രൈസ് ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, സെയിം സോണിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. കാരണം എന്താ, മാർക്കറ്റ് നാളത്തെ ഒരു ഓപ്പണിംഗ് ചിലപ്പോൾ ഇങ്ങനെ പോകും. ഈ മൈൻഡ് സെറ്റിലായിരിക്കും ഇവിടെയുള്ള റീറ്റെയിലേഴ്സ് ഇരിക്കുക. അപ്പോൾ ഇവരെ മാർക്കറ്റിൽ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നാളെ ദിവസം ചെയ്യാനുള്ളത്. അതായത് കണ്ടീഷൻ നോക്കുമ്പോൾ ഫ്ലാറ്റ് ഗ്യാപ് ഡൗൺ മാർക്കറ്റിൽ സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഗ്യാപ്പ് അപ്പിലും സെല്ലിംഗ് തന്നെയാണ്, ബട്ട് മോസ്റ്റ് ഓഫ് ദി ചാൻസ് ഫ്ലാറ്റ് ഓർ ഗ്യാപ് ഡൗൺ ഉള്ള ചാൻസസ് ആണ് കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡേ എന്ന് നമ്മൾ പറയുമ്പോൾ, അതായത് അടുത്ത കണ്ടീഷൻ നിഫ്റ്റിയും സെൻസെക്സിലും നിഫ്റ്റിയിലും കുറച്ച് റിജക്ഷൻ കൂടുതലാണ്. ബട്ട് ഒന്ന് തിങ്ക് ചെയ്യേണ്ട നമ്മൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് ഈ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടാൽ മനസ്സിലാവും. സിമിലർ കണ്ടീഷനാണ് മാർക്കറ്റ് വന്നു, നിഫ്റ്റിയിൽ എക്സാക്ട്ലി സപ്പോർട്ട് എടുത്തത് ആ ഒരു പ്രീവിയസ് ഡേ ക്ലോസിംഗ് റേഞ്ചിൽ എടുത്തതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബയ്യേഴ്സിൻ്റെ മൊത്തം റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിനെ നോക്കിയിട്ട് മാർക്കറ്റിൽ ബയ്യർ കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ ബയ്യർ ഇരിക്കുന്നുണ്ടാവും. ഇവൻ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ബയ്യർ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്തിരിക്കും. കാരണം അവരുടെ മൈൻഡ് സെറ്റിൽ മാർക്കറ്റ് നാളെ കവറപ്പ് ചെയ്യുന്നുള്ളൊരു കണ്ടീഷനിൽ അവർ ഹോൾഡ് ചെയ്തിരിക്കും. അപ്പം ആ കണ്ടീഷൻ നമുക്ക് നോക്കുമ്പോൾ മാർക്കറ്റിൽ സിമിലർലി അവരെ ടാർഗറ്റ് ചെയ്യാനൊരു ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. മാക്സിമം ചാൻസ് ഫ്ലാറ്റ് ഓർ ഗ്യാപ്പ് അപ്പ് ഡൗൺ ആണ്. ഓവർ ഗ്യാപ്പ് അപ്പിൽ നമ്മൾ പ്ലാൻഡ് അല്ല, മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് സിനാരിയോ സിമിലർ സെൻസെക്സിലും അങ്ങനെ തന്നെയാണ്. സെൻസെക്സിൽ നമ്മൾ മേജർലി സെൻസെക്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലെവലിൻ്റെ മേലെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിരിക്കുകയാണ് 7500-ൻ്റെ. അതും ഈ ഒരു കണ്ടീഷനും ട്രസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഇവിടെ ബയ്യറും മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ ലെവൽ മാർക്കറ്റ് ക്രോസ് ചെയ്യാത്ത പക്ഷം ഡെഫിനറ്റ്ലി ഇവിടെ ബയ്യർ മാർക്കറ്റിൽ എന്തുണ്ടാവും, ഇരിക്കുന്നുണ്ടാവും. അപ്പം അവരെ ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ് ഡൗൺ മാർക്കറ്റിൽ സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് നാളത്തേക്കുള്ള മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ. ഒക്കെ സിമിലർ ഇമോഷനാണ്. മാർക്കറ്റിൻ്റെ ഒരു തലേ ദിവസത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇന്നും മാർക്കറ്റിലെ ഒരു പ്രൈസ് ആക്ഷൻ റീറ്റെയിലേഴ്സ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ അവരെ ടാർഗറ്റ് ചെയ്യുക, അതാണ് ഈ നാളത്തെ ദിവസം നമ്മൾ മാർക്കറ്റിൽ പ്ലാൻ ചെയ്യുന്നത്. സോ സീ യു ഗൈസ് ടുമാറോ, ബൈ.